എന്തോ അരവിന്ദ്, എന്തോ ടെൻഷൻ പോലെ. ഏയ് ഒന്നുമില്ല മാഡം, കുറച്ച് സമയത്തിനുള്ളിൽ മാഡത്തിന് കഴുത്തി താലിയിട്ടാൻ പോവല്ലേ, അതിന്റെ ഒരു ഓക്കെ. ആ അല്ല അരവിന്ദ്, അങ്കിൾ എവിടെ? അച്ഛൻ വരും, ആകാശ് വിളിക്കാൻ പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും വരുമല്ലോ. വരും മാഡം, ഇപ്പൊ അമ്മ വിളിച്ചതേ ഉള്ളൂ, വന്നോണ്ടിരിക്കുക. എടാ ഫ്രോഡേ, ഇപ്പോഴേ നീ നുണ പറയാൻ തുടങ്ങിയല്ലേ? കല്യാണം കഴിയട്ടെ, ആദ്യത്തെ ട്രീറ്റ്മെന്റ് നിനക്ക് തന്നെ തരും. ചാരു, വിഷമിക്കല്ലേ ചാരു, വല്യച്ഛൻ വരും. ബാലമാമനെ തട്ടിക്കൊണ്ടുപോയത് ശ്രേയ, എനിക്ക് ഉറപ്പാ. വല്യച്ഛന്റെ കൈകൊണ്ട് താലിയെടുത്തു കൊടുത്താലേ കല്യാണം നടക്കൂ എന്ന വാശിയില്ലല്ലേ ശ്രേയ? പിന്നെ അവൾ എങ്ങനെയാ ചെയ്യാനാ? ശരിയാ മോളെ, ശ്രേയ പിന്നെ എന്തിന്? ഗോവിന്ദമാമ, കല്യാണം നടക്കാതിരിക്കാൻ നമ്മൾ തീരുമാനിച്ച പോലെ അവളുടെ മനസ്സിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും, കല്യാണത്തിന് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. ഉറപ്പായിട്ടും ബാലമാമൻ ശ്രേയയുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവും. മുഹൂർത്ത സമയത്ത് ബാലമാമനെ കൂട്ടിക്കൊണ്ടുവന്ന് ഏതെങ്കിലും രീതിയിൽ താലികെട്ട് നടത്താനായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ബാലമാമനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയതാ നമുക്ക് പറ്റിയ തെറ്റ്. അപ്പോ അവര് ഈ കല്യാണം നടത്തി കാണിക്കുമല്ലേ ചേച്ചി? നമ്മളിപ്പോ അതൊന്നും അല്ല ചിന്തിക്കേണ്ടതാണ് മോളെ, ബാലമാമൻ എവിടെയാണെന്ന്. അക്കുച്ചേട്ടനാ? ഹലോ അക്കുച്ചേട്ടാ. ചാരു, അച്ഛനെ പ്ലാൻ ചെയ്ത് എന്നെ കിഡ്നാപ്പ് ചെയ്തതാ. വീട്ടിൽ നിന്ന് കിട്ടിയ ട്രക്ക് ബോട്ടിൽ അനസ്തേഷ്യക്ക് യൂസ് ചെയ്യുന്ന അതിന്റെ ഡോസ് ഇത്തിരി കൂടിപ്പോയാ ജീവൻ എന്നെ ആപത്തെന്നാ പറയുന്നത്. ഇതിന്റെ ബുദ്ധികേന്ദ്രം ശ്രേയ. ചാരു, നീ ടെൻഷൻ ആവണ്ട, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. ഞാനിപ്പോ അങ്ങോട്ടാം. പൂജയൊക്കെ നിർത്ത്. ശ്രേയ, ബാലമാമൻ എവിടെ? മാമനോ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ബാലമാമനെ കാണുന്നില്ല. എന്താ അങ്കിളിനെ കാണുന്നില്ലെന്നോ? ശ്രേയ, നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. ബാലമാമനെ കാണാതെ അതിന് പിന്നിൽ നീയാ. എവിടെയോ ബാലമാമൻ?
അനാവശ്യം പറയുന്നു നീ. അങ്കിളിനെ കാണുന്നില്ലെന്ന് ഇപ്പൊ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്താ അരവിന്ദ്? അരവിന്ദിന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞില്ലേ? അതെ മേഡം, ആകാശ് വിളിച്ചപ്പോ പറഞ്ഞതാ. അതെ മോളെ. നുണ പറയരുത്. അക്കുച്ചേട്ടൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ വീട്ടിലേക്ക് പോയ ബാലുമാമനെ കാണുന്നില്ല എന്ന്.